മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ലോക്കറിൽ പരിശോധന. തിരുവനന്തപുരത്തെ HDFC ബാങ്കിലാണ് പരിശോധന. വീണ വിജയന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു പരിശോധന. കേസുമായി ബന്ധപ്പെട്ട് വീണയെ ED ചോദ്യം ചെയ്തിരുന്നു. ലോക്കർ വിവരങ്ങൾ പരിശോധിച്ച ശേഷം വീണയെ വീണ്ടും ചോദ്യം ചെയ്യും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ട എക്സാലോജിക് കേസിലെ ED അന്വേഷണമാണ്, ED പരിശോധനയാണ് തിരുവനന്തപുരം സ്റ്റാച്യൂവിലെ HDFC ബാങ്കിൽ ഇപ്പോൾ പുരോഗമിച്ച് അവസാനിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ഒരു സമൻസ് അയച്ചതിന് ശേഷം ED വീണയെ ചോദ്യം ചെയ്തിരുന്നു. മാത്രമല്ല അതിനുശേഷം തുടർ നടപടിയായി വീണ്ടും സമൻസ് അയക്കും, ചോദ്യം ചെയ്യലിന് ഹാജരാക്കേണ്ടി വരുമെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 10:00 ED ഉദ്യോഗസ്ഥർ ഇവിടെ HDFC ബാങ്കിൽ വീണയുടെ പേരിലുള്ള അക്കൗണ്ടിലെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയത്. പ്രധാനമായും ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് പ്രധാനമായും ED അന്വേഷിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്ന് വീണ വിജയനെയും ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും തുടർന്ന് വീണയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ഈ പരിശോധനകൾ മുഴുവൻ നടന്നത്. അതിനുശേഷം ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ ഒരു പരിശോധന അവസാനിച്ചതും. ഈ ഒരു പരിശോധനയിൽ പ്രധാനമായി നോക്കുന്നത് ഈ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ രേഖകൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല രേഖകളടക്കം ഈ ഒരു ലോക്കറിൽ സൂക്ഷിച്ചിരുന്നോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട്. മാത്രമല്ല ഒരു സാമ്പത്തിക ക്രമക്കേട് നടന്നു എന്നാരോപിക്കുന്ന EDയുടെ കുറ്റപത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഹാജരാക്കേണ്ടി വരും കേസ് കോടതിയിലേക്ക് എത്തുമ്പോൾ. അതിലടക്കമുള്ള കൂടുതൽ വ്യക്തതകൾ തേടുക, ഒപ്പം ചോദ്യം ചെയ്ത സമയത്ത് വീണ നൽകിയ മൊഴികൾ അല്ലെങ്കിൽ വിവരങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു വ്യക്തത വരുത്തുക എന്നതുകൂടിയാണ് ഈ ഒരു അന്വേഷണത്തിന്റെ പ്രധാനമായി, അല്ലെങ്കിൽ പരിശോധനയുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതിനുശേഷം, അതായത് ഇവിടെ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി EDയുടെ തുടർ നടപടികൾ. നമുക്കറിയാം പല മേഖലകളിലും പല ഭാഗങ്ങളിലും വീട്ടിലടക്കം നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ED വീണയെ ചോദ്യം ചെയ്തത്. അതിനുശേഷമാണ് ഇവിടുത്തെ ബാങ്കിൽ, അതായത് തിരുവനന്തപുരത്തെ ബാങ്കിൽ പരിശോധന നടക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ സമൻസ് അയച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളടക്കം പുരോഗമിക്കുക. എന്തിനായാലും ED എല്ലാ ഭാഗത്തേക്കും പിടിമുറുക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് കേസിന് ബലം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.